എന്നല്ലേ ദാസേട്ടൻ രാധാകൃഷ്ണൻ ചേട്ടന്റെ കൂടെ സഹപാഠിയും വീട്ടിലൊക്കെ വരികയും ഞാൻ പഠിക്കുന്നതിന് മുൻപായിരുന്നു വീട്ടിൽ വരുമായിരുന്നു ദാസേട്ടനെ കണ്ട ഓർമ്മയൊക്കെ ആ കാലത്ത് കണ്ട ഓർമ്മയൊക്കെ നല്ലോണം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ദാസേട്ടൻ ആദ്യം വീട്ടിൽ വരുന്നത് അച്ഛൻ അഗസ്റ്റിൻ ജോസഫിൻ്റെ കൂടെയാണ്. വന്നപ്പോൾ എൻ്റെ അച്ഛന് ദാസേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ഗുരുസ്ഥാനമാണ് എൻ്റെ അച്ഛനുള്ളത്. അപ്പോൾ ദാസേട്ടനെ പറ്റി അദ്ദേഹം പറഞ്ഞു, അന്ന് ദാസേട്ടന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. അന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ പിന്നെ RLVയിലാണ് പഠിച്ചിരുന്നത്, രാഗമൊക്കെ പാടും സാറേ, പിന്നെ ഹിന്ദി പാട്ടുകളോട് ഇവന് അതെ വലിയ ഭ്രമമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ ഒരു പാട്ട് പാടൊരു എന്തെങ്കിലും പാട് ക്ലാസിക്കൽ എന്ന് പറഞ്ഞു. കല്യാണി രാഗമാണ് ദാസേട്ടൻ അന്ന് പാടിയത്. ഓർമ്മയുണ്ടോ? കല്യാണി രാഗത്തിലെ ഒരു കീർത്തനം പാടിയാണ് അച്ഛനെ കേൾപ്പിച്ചത്. അപ്പോൾ നന്നായിട്ട് പാടി. അത് കഴിഞ്ഞ് മധുബന്മേം രാധികാനാചേരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അത് പാടിയപ്പോൾ അച്ഛന് അതാണ് വളരെ ഇമ്പ്രസ്ഡായ എൻ്റെ അച്ഛന്. അപ്പം പിന്നെ ദാസേട്ടൻ്റെ അച്ഛനോടൊരു വാക്ക് പറഞ്ഞു, ഇവനെ സിനിമാ ലോകത്തേക്ക് വിട്ടാൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് കുതിച്ചുയർന്നോളും എന്ന് പറഞ്ഞു. അത് ചിലർ പറയുന്ന വാക്കുകൾ അത് കൃത്യമായി അങ്ങനെ തന്നെ സംഭവിച്ചു അല്ലേ. ഇവന് മുഹമ്മദ് റഫിയുടെ പാട്ടുകളാണ് വലിയ ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് 2-3 ഹിന്ദി പാട്ടുകളൊക്കെ പാടി. അപ്പോൾ ശബ്ദമൊക്കെ കേട്ടപ്പോൾ അച്ഛന് വളരെ അങ്ങ് ഇഷ്ടമായി. അച്ഛൻ പറഞ്ഞ വാക്കിതാണ്, ആദ്യമായിട്ട് ദാസേട്ടൻ്റെ പാട്ടിനെ പറ്റി പറഞ്ഞ അഭിപ്രായം, എൻ്റെ അച്ഛൻ പറഞ്ഞ അഭിപ്രായം ഇതാണ്. ശരിക്ക് ഇപ്പോൾ നമ്മളൊക്കെ ടീച്ചറിന് പലരെയും വിളിക്കും പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും, സത്യത്തിൽ ഒരു അടി തൊട്ട് മുടി വരെ സംഗീതാധ്യാപികയാണ്. ഒരുപാട് തലമുറകളെ പലയിടത്തായിട്ട് പിന്നെ 37 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക്. ഓരോ വർഷവും എത്ര കുട്ടികളാണ് പഠിച്ചു പോകും. പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് പെട്ടെന്നൊന്ന് ഓർക്കുമ്പോൾ എന്ത് പറയാനുണ്ട്? പെട്ടെന്ന് ഓർക്കുമ്പം എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ കൂട്ട് ഭാഗ്യവതി ഈ ഫീൽഡിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ലോകപ്രശസ്തയായ ചിത്ര എന്താണ് ഇന്ന് ലോകം ഇന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്ത ചിത്രയെ. പക്ഷേ ചിത്ര ഒരു ഗായിക, അങ്ങേയറ്റത്തെ പ്രശസ്തയായ ഒരു ഗായിക എന്നുള്ളതുകൊണ്ടല്ല, അതിന് തക്ക വിനയം, അതിന് തക്ക സ്വഭാവശുദ്ധി, അതിന് തക്ക ഒരു ഗായികയ്ക്ക് വേണ്ട എന്തെല്ലാം ഗുണങ്ങളുണ്ട് അതെല്ലാം ഒത്തുചേർന്നിട്ടുള്ള, അതുപോലെ പാട്ടാണെങ്കിൽ, ജ്ഞാനമാണെങ്കിൽ, പെർഫെക്ഷനാണെങ്കിൽ 100%. പഠിക്കുന്ന കാലത്തെ ഇങ്ങനെയൊക്കെ ആകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിത്ര ഒരു 4 മണി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് വരുന്നത്. ചിത്രയുടെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ രാത്രി 12 മണിയാകും. വെഞ്ഞാറമൂട്ടിലോ എവിടെയോ ആണ് ജോലി ചെയ്യുന്നത്, ഹെഡ് മാസ്റ്ററായിട്ട്. അവിടെ നിന്നൊക്കെ വന്ന് അവർക്ക് പശുക്കളൊക്കെ ഒരുപാടുണ്ട് ചിത്രയുടെ വീട്ടിൽ. പശുക്കളെയൊക്കെ എല്ലാം നോക്കിയിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു 11:30-12 ആവും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗോപിനാഥൻ നായർ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അവരിരുന്ന് സംസാരിച്ച് പോകുമ്പോൾ ഒരു 12:30 മണിയാകും. അതുവരെ ചിത്ര എൻ്റെ കൂടെയാണ്. ഒരു സംഗീതജ്ഞ എന്ന നിലയ്ക്ക് കച്ചേരികൾ നടത്തിക്കൊണ്ടാണ് ടീച്ചർ മുന്നോട്ട് പോകുന്നത്. അതെ, വീട്ടിൽ തന്നെ സിനിമാ സംഗീതവുമായി വളരെ ബന്ധമുള്ള ചേട്ടനുണ്ടായിരുന്നു, അനിയനുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടുകൾ നോക്കിയാൽ അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചേട്ടൻ ആദ്യം ഉണ്ടാക്കിയ പാട്ട് ഓണത്തുമ്പി എന്നാണ്. കേൾക്കട്ടെ. ഒരു വരിയോ എനിക്ക് ഓർമ്മയുള്ളൂ. ഓണത്തുമ്പി വാവാ, ഓണത്തുമ്പി വാവാ, ഓമനത്തുമ്പി വാവാ, ഓണത്തുമ്പി വാവാ. അതുപോലെ ചേട്ടൻ ഒരുപാട് ലൈറ്റ് മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. 1-ാം തരം ലൈറ്റ് മ്യൂസിക്. അതിൽ മയിൽ പീലി മുടി ചൂടും മൂകിൽ വർണ്ണ ഗുരുവായൂർ, മതിലകത്തൊളി ചിന്നും മണിവിളക്കേ, അവിടുത്തെ തിരുമുമ്പിൽ അടിയറ വയ്ക്കാനെന്നും ഒരു തുലാഭാരവുമായി അടിയൻ നിൽപ്പൂ.
കനകമല്ലല്ലോ നല്ല കദളീ ഫലമല്ലല്ലോ കരളിലെ നൊമ്പരത്തിൻ ഭാരമല്ലോ കരളിലെ നൊമ്പരത്തിൻ ഭാരമല്ലോ. എം.ജി. ശ്രീകുമാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ടീച്ചർ? സൂര്യകിരീടമാണ്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അതുപോലെ സ്റ്റാൻഡേർഡുള്ള ഒരു പാട്ട് ശ്രീകുട്ടൻ പാടിയിട്ടില്ല എന്ന് തന്നെ ഫീലും ഉള്ള പാട്ട്. അനിയന്റെ പാട്ട് എന്നതുപോലെ ചേട്ടന്റെ പാട്ടും കൂടിയാണ്. അതെ, കാരണം ആ റെക്കോർഡിങ്ങിന് ഞാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ശാസ്ത്രീയ സംഗീതത്തിൽ തന്നെ ഉറച്ചു നിന്നു? ഒരിക്കലും ഇത്ര ആകർഷകമായിട്ടും സിനിമ ആകർഷകമായി തോന്നാത്തത് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഞാനൊരു ക്ലാസിക്കൽ സിംഗർ ആകണമെന്ന്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ ലളിതഗാനങ്ങളാണ് പാടിക്കൊണ്ടിരുന്നത്. ദേവരാജൻ മാസ്റ്ററൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്നെ കൊണ്ട് കൊച്ചിൽ പാടിക്കുമ്പോൾ ഈ ഹാർമോണിയത്തിൻ്റെ അങ്ങേയറ്റമുള്ള കട്ട എടുത്തിട്ട് സാറ് പറയാം ഒന്ന് പാടി എന്ന് പറയും. അപ്പം ഞാൻ അവിടം വരെ പോവുമായിരുന്നു എൻ്റെ ശബ്ദം. പിന്നെ ഞാൻ അപ്പം പറയുമായിരുന്നു ഇതിലേക്ക് തിരിച്ചു വിടണം, നല്ല റേഞ്ച് ഉണ്ട് വോയിസിന് എന്നൊക്കെ പറയുമായിരുന്നു ദേവരാജൻ മാസ്റ്റർ. പക്ഷേ അച്ഛന് അതിൽ താല്പര്യമില്ലായിരുന്നു. അച്ഛന് നല്ല പ്യുവറായിട്ടുള്ള ക്ലാസിക്കൽ ഞാൻ പാടണം. പക്ഷേ അക്കാലത്തെ ഒരു രീതി കൊണ്ടും കൂടെ ആകാം. ഈ ശാസ്ത്രീയ ഗാന രംഗത്ത് നിന്ന് കിട്ടുന്ന അംഗീകാരത്തിന് അതിൻ്റെ ഒരു നിലവാരമുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. എങ്കിൽ പോലും ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ആദരവ് പലപ്പോഴും കിട്ടുക സിനിമ മേഖലയിൽ ഉള്ളവർക്കാണ്. അതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു അനീതി മറ്റ് സിനിമ ഇതര മേഖലയിലുള്ള കലാകാരന്മാരോടും കലാകാരികളോടും ആളുകൾ ചെയ്യുന്നു എന്നോ മറ്റോ ഒരു വിഷമം ടീച്ചർ? ഒരിക്കലും എനിക്ക് തോന്നാറില്ല. കാരണം ക്ലാസിക്കൽ മ്യൂസിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് പാടുകയായിരിക്കും, പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. ചില ദിവസം നമ്മൾ ഇമാജിൻ ചെയ്യാത്ത മനോധർമ്മമായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോഴത്തെ ഒരു സുഖം. അതുപോലെ തന്നെ ക്ലാസിക്കൽ കച്ചേരിക്ക് പോയിരിക്കുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അവർക്കെല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും. ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോൾ പല ഗാനമേളയ്ക്കും ഞാൻ കണ്ടിട്ടുണ്ട് കൂക്കുവിളി, വെറുതെ ഒരു കാര്യവുമില്ലാതെ ചെരുപ്പേറ്. അപ്പോൾ അതില്ലാത്തതും കാണും, വളരെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഈ സാധാരണ ജനങ്ങളും ഒന്നും അറിയാത്ത ആളുകളും ഒക്കെ കൂടെ ആയിരുന്നു കേൾക്കുന്നത്. പക്ഷേ അറിയാവുന്ന ആളുകൾ ഇരുന്ന് ഒരു കച്ചേരിയെ വിലയിരുത്തുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്കല്ല വിഷമമല്ലത്, ഒരു അന്യായം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ക്ലാസിക്കൽ സിംഗർ ആകുക, ഒരു നിലവാരമുള്ള ക്ലാസിക്കൽ സിംഗർ ആകുക എന്ന് പറയുന്നത് കഠിനാധ്വാനവും ത്യാഗവും എത്രയോ വർഷത്തെ പ്രയത്നവുമാണ്. ഇതൊന്നും മ്യൂസിക്കിനെ പറ്റി ABCD അറിയാത്ത കുട്ടികളാണെങ്കിലും പാട്ടുകാരാണെങ്കിലും അത് തന്നെയായിരിക്കും. ഇപ്പോൾ ദാസേട്ടൻ പാടിയ ആ പാട്ടിട്ട് കേട്ട് അവർക്ക് ഉള്ളിൽ ജ്ഞാനവും കാണും. അത് കേട്ട് പിന്നെ ആ പാട്ട് നന്നായിട്ടങ്ങ് പാടും. പക്ഷേ അവർക്ക് കിട്ടുന്ന അംഗീകാരം അത് ക്ലാസിക്കൽ മ്യൂസിഷ്യന് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു അന്യായം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. അതുപോലെ തന്നെ റേറ്റിനും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പം നെയ്യാറ്റിൻകര വാസുദേവൻ സാറ് ഇവിടെ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ക്ലാസിക്കൽ സിംഗറായിരുന്നു. ഇന്നും മറ്റുള്ളിടത്തൊക്കെ പോകുമ്പോൾ ഈ മദ്രാസ് മ്യൂസിക് അക്കാഡമി പോലുള്ള സ്ഥലത്തൊക്കെ ഞാൻ പാടാൻ പോകാറുണ്ട്. അവിടെ പോകുമ്പോൾ നെയ്യാറ്റിൻകര വാസുദേവനെ ഓർമ്മിക്കുന്നവരുണ്ട്. അവിടെ ക്ലാസിക്കൽ സിംഗേഴ്സ് മാത്രമാണ്. അദ്ദേഹം പിന്നെ അവസാന കാലം വരെയും അദ്ദേഹത്തിനൊരു 15,000 രൂപ കൂടുതൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ ലളിതമായ ചില കാര്യങ്ങൾ ടീച്ചർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചങ്ങമ്പുഴയുടെ ഒക്കെ കൃതികൾ ചില വേദികളിൽ പാടിയിട്ടുണ്ട്, CD ആയിട്ടൊക്കെ ഇറക്കി. ചങ്ങമ്പുഴയുടെ സത്യം പറഞ്ഞ കവികളിൽ ONV സാറ് തീർച്ചയായിട്ടും ഉണ്ട്. ചങ്ങമ്പുഴയുടെ പഴയ കാലത്തെ സംഗീതാത്മകമാണ്. ഇത്രയും സംഗീതം
തികഞ്ഞു നിൽക്കുന്ന കവിതകൾ. ഞാൻ ഇത് ഒരു ചങ്ങമ്പുഴയുടെ ഒരു 3-4 വേദികളിൽ അത് കച്ചേരിയായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് പറ്റി. ഒരിക്കൽ തിരൂര് ഞാനിത് പാടിയപ്പോൾ MD വാസുദേവൻ നായർ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങ് സ്റ്റേജിൽ ഓടിക്കേറി വന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, ഇത് കച്ചേരിയായിട്ട് അവതരിപ്പിക്കാമെന്ന് ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. എന്ത് മനോഹരമായിരുന്നു ആ വാക്കുകൾ. കണ്ടോ, അങ്ങനെയൊന്നും പറയാത്ത ആളാണ്. അതെ, അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ഇതൊക്കെയാണ് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് കിട്ടുന്നത് നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ. സുന്ദരി രത്നമം രാധ ദിവ്യവൃന്ദാവനത്തിലെ രാധ ചിന്തനാതീതയാം രാധ എനിക്കെന്തിലും മീതയാം രാധ സുന്ദരി രത്നമാം രാധ ദിവ്യവൃന്ദാവനത്തിലെ രാധ രാസവിനോദിനി രാധ മുക്തഹാസ വിലാസിനി രാധ സുന്ദരി രത്നമാം രാധ ദിവ്യവൃന്ദാവനത്തിലെ രാധ വിശ്വൈകമോഹിനി രാധ രാഗവിദ്യുൽ പ്രകാശിനി രാധ സുന്ദരി